ഏഷ്യ കപ്പ് കിരീടം അങ്ങനെ ഇന്ത്യ അങ്ങ് പൊക്കി. കിരീടം എത്തിയിട്ടില്ല എങ്കിൽ പോലും ഇന്ത്യയാണ് ചാമ്പ്യന്മാർ. എവിടെയാണത്? അത് അങ്ങ് ഗൾഫിലാണ്. ഗൾഫ് മണ്ണിൽ ഇന്ത്യ ജയിച്ച് കയറിയപ്പോൾ ഓർമ്മ വന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, ഗൾഫിൽ ഇന്ത്യയുടെ മത്സരങ്ങൾ ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരിക എന്താണ്? അത് മിക്കവാറും 98-ൽ സച്ചിൻ ടെണ്ടുൽക്കർ ആ ഷാർജ കപ്പിൽ കളിച്ചതല്ലേ? അതാണ് ഷാർജ കപ്പ്. ഷാർജ കപ്പിൻ്റെ ഒരു ചരിത്രം പരിശോധിക്കുക. എത്ര തവണയാണ് ഇന്ത്യ ഗൾഫിൽ നിന്ന് നിരാശരായി തലകുനിച്ച് കണ്ണീരോടുകൂടി മടങ്ങിയിട്ടുള്ളത്? എത്രയോ വട്ടം തുടർച്ചയായി പാകിസ്ഥാൻ ജയിക്കുന്ന ടൂർണമെൻറ്റുകളായിരുന്നു. പിന്നീട് അതിനൊരു മാറ്റമൊക്കെ വന്നത് ഈ പറയുന്ന പോലെ സച്ചിൻ്റെയൊക്കെ എൻട്രി, സച്ചിൻ്റെയൊക്കെ ഒരു ഗംഭീര സമയത്താണ് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഒരു കാര്യം ഇതിനോടനുബന്ധിച്ച് ചോദിക്കട്ടെ, ലോകത്ത് ഏറ്റവും കൂടുതൽ മത്സരം നടന്നിട്ടുള്ള ക്രിക്കറ്റ് സ്റ്റേഡിയം ഏതാണെന്ന് പറയാൻ പറ്റുമോ ആർക്കെങ്കിലും? മെൽബൺ ആണോ? അല്ലെങ്കിൽ സിഡ്നി ആണോ? അല്ല ക്രിക്കറ്റിൻ്റെ മെക്കയായിട്ടുള്ള ലോർഡ്സ് ആണോ? അല്ല, ഇതൊന്നുമല്ല. അത് ഷാർജയിലെ ആ സ്റ്റേഡിയമാണ് ലോകത്ത് ഇതുവരെ ഏറ്റവും കൂടുതൽ ക്രിക്കറ്റ് മത്സരങ്ങൾ നടന്നിട്ടുള്ളത്. 313 ക്രിക്കറ്റ് മത്സരങ്ങളാണ് ഷാർജയിലെ ആ സ്റ്റേഡിയം വേദിയായിട്ടുള്ളത്. അത്രമാത്രം മത്സരങ്ങൾ ഷാർജയിൽ നടന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്നു. അത്രമാത്രം തവണ ടൂർണമെൻറ്റ് അവിടെ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. എപ്പോഴായിരുന്നു ഈ ഷാർജ കപ്പിൻ്റെ തുടക്കം? 1984 ഷാർജ കപ്പിന് തുടക്കമായി. പിന്നീട് 32 തവണ ടൂർണമെൻറ്റ് നടന്നു. സാധാരണ പതിവായി, അതായത് ഒരു വർഷത്തിൽ തന്നെ 2 തവണയൊക്കെ അത് ഒരു ഷാർജ കപ്പ്, പിന്നെ അതിൻ്റെ ഒരു ചാമ്പ്യൻസ് ട്രോഫി, ഈ മട്ടിലൊക്കെ ടൂർണമെൻറ്റ് സംഘടിപ്പിക്കുമായിരുന്നു. എല്ലാ വർഷവും ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. പക്ഷേ അവിടെ കൃത്യമായിട്ടും പാകിസ്ഥാൻ ഒരു മേധാവിത്വം ഉണ്ടായിരുന്നു എന്ന് പറയാതെ വൈകി കേട്ടോ. പക്ഷേ ആ മേധാവിത്വത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതായിരിക്കാം ഏവരും ആലോചിക്കുക. അവിടെയുമുണ്ട് ചില പ്രശ്നങ്ങൾ. പക്ഷേ അതിനു മുമ്പ് ഞാൻ ഷാർജ കപ്പിൻ്റെ തുടക്കത്തെ പറ്റിയും ഒക്കെ പറയാം. 1984 ഷാർജ കപ്പിന് തുടക്കമാവുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചുവല്ലോ, മൊത്തം 32 തവണ അവിടെ ടൂർണമെൻറ്റ് സംഘടിപ്പിച്ചു. ഇന്ത്യയായിരുന്നു തുടക്കത്തിലൊക്കെ ഗംഭീരം. കാരണം ആദ്യത്തേതിലും രണ്ടാമത്തേതിലും 84-ലും 85-ലും ഇന്ത്യയായിരുന്നു ചാമ്പ്യന്മാർ. പക്ഷെ പിന്നീട് അങ്ങോട്ട് കളി മാറി. ഇന്ത്യക്ക് എത്തിപ്പിടിക്കാൻ കഴിയാൻ അല്പം പാടുപെട്ടു. ഇന്ത്യ പിന്നീട് 88-ൽ ജയിച്ചു കേട്ടോ. പിന്നീട് ഒരു ജയമുണ്ടാകുന്നത് 95-ലാണ്. അതിനുശേഷം 98-ൽ 2 തവണയും, 98-ൽ 2 തവണ എന്ന് പറഞ്ഞാൽ 1 ഷാർജ കപ്പ്, 2 ഷാർജ കപ്പ് ചാമ്പ്യൻസ് ട്രോഫി. ഓർമ്മയുണ്ടാകും പക്ഷേ കൊക്കക്കോള ട്രോഫി എന്നുള്ള പേരിൽ അന്ന് ഷാർജയിൽ നടന്ന മത്സരവും സച്ചിൻ്റെ വിഖ്യാത പ്രകടനവുമൊക്കെ. അപ്പോൾ അങ്ങനെ 98-ലാണ് പിന്നീട് ഇന്ത്യക്കൊരു നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞത്. പാകിസ്ഥാനാവട്ടെ ഈ 32 ടൂർണമെൻറ്റുകളിൽ 15 തവണ പാകിസ്ഥാൻ കിരീടം നേടിയിട്ടുണ്ട് ഷാർജയിൽ. ഈ 2000-ലാണ് ഇന്ത്യ ഏറ്റവും ഒടുവിൽ ഷാർജയിലേക്ക് പോയത്. അതിനുശേഷം ഇതുവരെ ഇന്ത്യൻ ടീം ഷാർജയിലേക്ക് പോയിട്ടില്ല. എന്തുകൊണ്ടാണ് ഷാർജ സ്റ്റേഡിയം ഇങ്ങനെ അന്യം നിന്ന് പോയത്? എന്തുകൊണ്ടാണ് ഷാർജ സ്റ്റേഡിയത്തിൽ മത്സരങ്ങൾ നടക്കാതിരിക്കുന്നത്? പിന്നീട് മത്സരം നടന്നിട്ടില്ല, ഇന്ത്യൻ താരങ്ങൾ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം സൂചിപ്പിക്കണം, IPL-ന് വേണ്ടി പോയിട്ടുണ്ട്. IPL മത്സരങ്ങൾ മാത്രം അവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. നമുക്കറിയാവുന്ന പോലെ 2014-ൽ IPL മത്സരം അവിടെ നടന്നിരുന്നു. അങ്ങനെ മറ്റ് പ്രാവശ്യങ്ങളിലും ഷാർജയിൽ IPL-ന് വേദിയായിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയുടെ രാജ്യാന്തര മത്സരങ്ങൾക്ക് അവിടെ ഇടമില്ല എന്നുള്ളത് BCCIയുടെ കൃത്യമായിട്ടുള്ള സ്റ്റാൻഡാണ്. എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? അക്ബ് ജാവേദ് എന്ന പാകിസ്ഥാൻ ബോർഡർ ഓർമ്മയുണ്ട്. അക്ബ് ജാവേദ് അന്ന് മുഹമ്മദ് അസറുദ്ദീനെ, സച്ചിൻ ടെണ്ടുൽക്കറേയും ഒക്കെ ഉൾപ്പെടെ ഒരു ഹാട്രിക് LBW വീഴ്ത്തി റെക്കോർഡിട്ട താരമാണ് അക്ബ് ജാവേദ്. അന്ന് 91-ലാണ്. അന്ന് അക്ബ് ജാവേദ് ഹാട്രിക് LBW നേടുമ്പോൾ ലോക ക്രിക്കറ്റിൽ ആരും അതുവരെ LBW കൊണ്ട് ഹാട്രിക് നേടിയിട്ടില്ല. ആ മത്സരത്തിൽ 7 വിക്കറ്റാണ് അക്ബ് ജാവേദ് വീഴ്ത്തിയത്. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള പ്രകടനം. പക്ഷേ ഇതിലൊക്കെ വലിയ തോതിൽ സംശയങ്ങൾ ഉയർത്തിയിരുന്നു ഓരോ പ്രകടനങ്ങളും എന്നുള്ളതാണ്. അവിടുത്തെ മത്സരഫലങ്ങൾ പലപ്പോഴും സംശയങ്ങളുടെ നിഴലിലായിരുന്നു എന്നുള്ളതാണ്. അധോലോകവുമായി വളരെയധികം ബന്ധമുള്ള ഇടമായി തന്നെ ഷാർജയെ കണ്ടിരുന്നു. ആ സമയത്ത് ആ ഷാർജ സ്റ്റേഡിയത്തെ, അവിടെ നടക്കുന്ന മത്സരങ്ങൾ അത് ഒത്തുകളിക്കുന്നതാണ് എന്നുള്ള സംശയങ്ങൾ പലകുറി ഉയർന്നിരുന്നു. ഇതാണ് പ്രധാനപ്പെട്ട കാരണങ്ങളൊന്ന് BCCI ഇന്ത്യൻ ടീമിനോട് ഇനിമേലാൽ ഷാർജയിലേക്ക് പോകണ്ട എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. UAEയുടെ ആതിഥേയത്വമാണ് എങ്കിൽ പോലും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഒരു വല്ലാത്ത ആധിപത്യം പാകിസ്ഥാനുണ്ടായിരുന്നു. എങ്ങനെ? ഇന്ത്യൻ ആരാധകർ പലതവണ അവിടെ തിക്താനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. അവിടെ മത്സരം നടക്കുമ്പോൾ ഇന്ത്യൻ ആരാധകരെ പലപ്പോഴും കടത്തിവിടില്ല. പാകിസ്ഥാൻ ആരാധകർ പൂർണ്ണമായും അകത്ത് കയറി ബാക്കി സീറ്റുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇന്ത്യൻ ആരാധകർ കണ്ടാൽ മതി എന്നുള്ള നിലപാട്. അതിനൊരു മൗനാനുവാദമുണ്ടായിരുന്നു UAE ക്രിക്കറ്റ് അസോസിയേഷൻ്റെ ഭാഗത്തു നിന്നും. അതും പറയാതെ വയ്യ. മാത്രമല്ല 99-ൽ അന്ന് ഇന്ത്യയുടെ പതാക, ത്രിവർണ്ണ പതാക, അവിടെ ദേശീയ പതാക ഷാർജയിൽ കത്തിക്കുന്ന സാഹചര്യമുണ്ടായി.
അതാണ് കാര്യങ്ങൾ കൂടുതൽ വഷളാക്കിയത്. അങ്ങനെ 2000-ലെ ആ ടൂർണമെൻറ്റിന് ശേഷം ഇന്നേ വരെ ഷാർജയിലേക്ക് ഇന്ത്യ പോയിട്ടില്ല. ഇന്ത്യ മത്സരിക്കാതെയായി മെല്ലെ മെല്ലെ ആ ടൂർണമെൻറ്റിൻ്റെ ശോഭയും കിട്ടു. 2003 ആ ടൂർണമെൻറ്റ് ഇല്ലാതാവുകയുമാണ് ചെയ്തത്. അങ്ങനെ ഷാർജ സ്റ്റേഡിയത്തിൻ്റെ ഈ മത്സരങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ അത് വളരെ വലുതാണെങ്കിൽ പോലും അല്പം കുപ്രസിദ്ധമാണ് ഷാർജ സ്റ്റേഡിയവും ഷാർജ സ്റ്റേഡിയത്തോട് ചുറ്റിപ്പറ്റിയുള്ള അനുബന്ധ കാര്യങ്ങളും. കാരണം അക്യൂബ് ജാവേദിൻ്റെ ഹാട്രിക് മാത്രമല്ല, അവിടെ നടന്ന പല മത്സരങ്ങളിലെ ഫലം അമ്പയർമാരെ സ്വാധീനിച്ചു എന്നുള്ള പലതരത്തിലുള്ള സംസാരങ്ങൾ നമുക്കറിയാം. BCCI പണ്ട് ഈ ICCയിൽ, രാജ്യാന്തര ക്രിക്കറ്റ് അസോസിയേഷനിൽ, ക്രിക്കറ്റ് കൗൺസിലിൽ ഇത്രമാത്രം ശക്തരൊന്നുമല്ല. BCCI എന്നു മുതലാണ് കരുത്തരാകുന്നത്. അത് ജഗ്മോഹൻ ഡാൽമിയ, കൊൽക്കത്തക്കാരൻ, അദ്ദേഹം ICCയുടെ ചീഫ് ആവുന്നതോടുകൂടിയാണ്. ICCയുടെ അധ്യക്ഷനായി ജഗ്മോഹൻ ഡാൽമിയ എത്തുന്നത് മുതലാണ് BCCIക്ക് ഒരു സ്റ്റാൻഡ് കൂടുന്നത്. മാത്രമല്ല IPL മത്സരങ്ങൾ തുടങ്ങിയപ്പോൾ BCCI ലോകത്തെ ഏറ്റവും സമ്പന്നമായിട്ടുള്ള ക്രിക്കറ്റ് ബോഡിയായി മാറി. പിന്നാലെ BCCI പൂർണ്ണമായിട്ടും ICCയിൽ പിടിമുറുക്കുകയും ചെയ്തു. അപ്പോൾ ആ ഒരു സാഹചര്യമൊന്നും ആ കാലഘട്ടത്തിൽ, ഷാർജ കപ്പിൻ്റെ കാലഘട്ടത്തിൽ ഇന്ത്യക്ക് ഉണ്ടായിരുന്നില്ല, BCCIക്ക് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൻ്റെയും പാകിസ്ഥാൻ ക്രിക്കറ്റ് ഭരണകർത്താക്കളുടെയും ഒക്കെ തോന്നിവാസങ്ങൾ ഷാർജയിൽ സമ്മതിച്ചു കൊടുത്തതും അത് നടന്നതും അവിടെ പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു വികാരം സൃഷ്ടിച്ചെടുക്കാൻ UAE ക്രിക്കറ്റ് കൗൺസിലിന് മുന്നിൽ അവർക്ക് സാധിച്ചതും. എന്താണെങ്കിലും ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു. പാകിസ്ഥാൻ ടീം ഇത് വേറെ ഇന്ത്യയാണ്. തുടർച്ചയായിട്ട് മത്സരങ്ങൾ ജയിക്കുന്ന ഇന്ത്യ. ഈ ടൂർണമെന്റിൽ നമ്മൾ കണ്ടു 7 മത്സരങ്ങൾ ഫൈനൽ ഉൾപ്പെടെ തോൽവി അറിഞ്ഞിട്ടില്ല ഇന്ത്യൻ ടീം. തോൽക്കാതെയാണ് ഫൈനലിൽ പാകിസ്ഥാനെ തോൽപ്പിച്ച് ഇന്ത്യ ഏഷ്യ കപ്പ് നേടിയത്. എന്തിനേറെ പറയുന്നു, ചാമ്പ്യൻസ് ട്രോഫി നമ്മൾ ജയിച്ചത് എവിടെയാണ്? അതും ഈ ഗൾഫ് മണ്ണിലാണ്, ഷാർജയിലല്ല. പക്ഷേ ഗൾഫ് മണ്ണിൽ ഇന്ത്യ പാകിസ്ഥാനേക്കാൾ എത്രയോ മുകളിലേക്ക് എത്തുന്നു. പാകിസ്ഥാന് പോലും ഇപ്പോൾ ഷാർജയിൽ വലിയ സ്റ്റാൻഡൊന്നുമില്ല. കാരണം പാകിസ്ഥാനിൻ്റെ മത്സരങ്ങൾ പോലും ഇപ്പോൾ ദുബായിലാണ് കൂടുതൽ നടക്കാറ്. അങ്ങനെ ഷാർജ എങ്ങനെയൊക്കെ പാകിസ്ഥാനെ അനുകൂലിച്ച് ഇല്ലാതായി എന്നുള്ളതിൻ്റെ ഒരു കഥ കൂടി, ഒരു ചരിത്രം കൂടിയാണ് ഓർമ്മിപ്പിച്ചത്. ഇന്ത്യയുടെ ജയം ഗൾഫ് മണ്ണിൽ തലയെടുപ്പോടുകൂടി മരുഭൂമിയുടെ മണ്ണിൽ നിന്ന് ഇന്ത്യൻ താരങ്ങൾ മടങ്ങുമ്പോൾ പണ്ട് കണ്ണീരോട് മടങ്ങിയ ഇന്ത്യയുടെ മറ്റൊരു തലമുറ ഉണ്ടായിരുന്നു എന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രം.